യൂറോപ്യൻ യൂണിയന് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നും അനധികൃതമായി യൂറോപ്പിലെത്തിയ ആളുകളെ തിരിച്ചയക്കുന്നതുമായി ബന്ധപ്പെട്ട നയമാറ്റങ്ങൾ യൂറോപ്യൻ യൂണിയൻ എംപിമാർ അംഗീകരിച്ചു. വോട്ടെടുപ്പിൽ 418 പേർ അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ 218 പേർ എതിർക്കുകയും 30 പേർ വിട്ടുനിൽക്കുകയും ചെയ്തു. അഭയാർത്ഥികളായി എത്തിയവർ യൂറോപ്പിൽ നടത്തുന്ന അനധികൃത നീക്കങ്ങൾ തടയുവാനും അതുവഴി യൂറോപ്പിന്റെ പഴയ പ്രൗഢി തിരിച്ചുപിടിക്കുവാനുമാണ് ശ്രമം. പുതിയ നിയമങ്ങൾ നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നതിനും വേഗത്തിലാക്കുന്നതിനും ലക്ഷ്യമിടുന്നതാണ്. അടിസ്ഥാന അവകാശങ്ങളെയും അന്താരാഷ്ട്ര നിയമങ്ങളെയും പൂർണ്ണമായി മാനിച്ചുകൊണ്ട് റീഫൗൾമെന്റ് ചെയ്യാത്ത വിധമാകും നടപടികൾ. നിയമനിർമ്മാണം അനുസരിച്ച് ഒരു അംഗരാജ്യത്ത് നിയമവിരുദ്ധമായി താമസിക്കുന്ന യൂറോപ്യൻ യൂണിയൻ പൗരനല്ലാത്ത വ്യക്തിക്ക് അധികാരികൾ നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് വ്യക്തിയായിരിക്കുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യം ഉടനെയോ നിശ്ചിത സമയത്തിനുള്ളിലോ വിടേണ്ടി വരും. അധികാരികളുമായി സഹകരിക്കാത്ത വിദേശ പൗരന്മാർ, ഒളിവിൽ പോകുവാൻ സാധ്യതയുള്ളവർ, സുരക്ഷാ അപകട സാധ്യതയുള്ളവർ എന്നിവരെ അതാത് രാജ്യങ്ങൾക്ക് തടങ്കലിൽ പാർപ്പിക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ജുഡീഷ്യൽ അതോറിറ്റിയുടെ ഉത്തരവോടെയായിരിക്കും ഇത്. തടങ്കൽ കാലാവധി 24 മാസം വരെ നീളാം. സാഹചര്യങ്ങൾ മാറുകയോ പുതിയ വിവരങ്ങൾ ലഭിക്കുകയോ മൂന്നാം രാജ്യങ്ങളുമായുള്ള സഹകരണം മെച്ചപ്പെടുകയോ ചെയ്താൽ വീണ്ടും 6 മാസം കൂടി നീട്ടാം. മറ്റൊരു അംഗരാജ്യത്തിലേക്ക് താമസം മാറുന്ന മൂന്നാം രാജ്യ പൗരന് പുതിയ തടങ്കൽ കാലയളവും ബാധകമാകും. പതിവായി റിപ്പോർട്ട് ചെയ്യൽ, നിശ്ചിത സ്ഥലത്ത് താമസിക്കൽ, സാമ്പത്തിക ഗ്യാരണ്ടി, ഇലക്ട്രിക് നിരീക്ഷണം തുടങ്ങിയ നടപടികളും അംഗരാജ്യങ്ങൾക്ക് ഏർപ്പെടുത്താം. ഇത്തരം ആളുകളെ കണ്ടെത്തുന്നതിനായി വ്യാപകമായ റെയ്ഡ് നടത്താനും രാജ്യങ്ങൾക്ക് സാധിക്കും. വ്യക്തിഗത വസ്തുക്കളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും പരിശോധിക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്യാം. എല്ലാ നടപടികളും മൗലികാവകാശങ്ങൾ മാനിച്ചും യൂണിയൻ ദേശീയ നിയമങ്ങളിലെ സുരക്ഷാ മുൻകരുതലുകൾ പാലിച്ചുമാകണമെന്ന് മാത്രം. റിട്ടേൺ ഹബ്ബുകൾ, പ്രായപൂർത്തിയാകാത്തവരുടെ പ്രായ വിലയിരുത്തൽ, റിട്ടേണുകളുടെ ബാഹ്യമാനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ചില വ്യവസ്ഥകൾ ഉടൻ പ്രാബല്യത്തിൽ വരും. മറ്റ് വ്യവസ്ഥകൾ നിയമനിർമ്മാണം പ്രാബല്യത്തിൽ വന്ന് 12 മാസത്തിനു ശേഷം നടപ്പിലാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖേന ന്യൂസ്.